ഞങ്ങളിപ്പോൾ കൊളോൺ എന്ന ജർമ്മൻ പട്ടണത്തിലാണ് ഉള്ളത്. മഴ പെയ്യുന്ന പ്രഭാതമാണ്. ഹോട്ടലിൽ നിന്നും സംഘടിപ്പിച്ച കുടയുമായാണ് ഇറങ്ങിയിട്ടുള്ളത്. ഏഗൽസ്റ്റെയിൻ ടോബർഗ് എന്ന പഴയ കോട്ടവാതിലിനടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്നും ഒരു വഴി കൊളോൺ കത്തീഡ്രലിലേക്ക് നീണ്ടു കിടക്കുന്നു. പള്ളിയുടെ അടുത്തു തന്നെയുള്ള കൊളോൺ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ അകത്തുകൂടി ഒന്ന് കയറി ഇറങ്ങിയാണ് കത്തീഡ്രലിന് മുന്നിലെത്തിയത്. മഴ നനഞ്ഞു കിടക്കുന്ന പള്ളിയും പരിസരവും. കൊളോണിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത് പ്രധാനമായും ഈ കത്തീഡ്രൽ കാണാനാണ്. ഗോത്തിക് വാസ്തുകലയുടെ അടിസ്ഥാനമായി കരുതപ്പെടുന്ന പള്ളിയാണ്. ജർമ്മനിയിൽ അസംഖ്യം നഗരങ്ങളുണ്ട്. എങ്കിലും കൊളോണിലേക്ക് വരാൻ തീരുമാനിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് കൊളോൺ കത്തീഡ്രലാണ്. ഗോത്തിക് വാസ്തുകലയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും ഉയർന്നു വരുന്ന ഒരു പേരാണ് കൊളോൺ കത്തീഡ്രൽ. പള്ളി കാണാൻ റോമിൽ പോകാനല്ല ഞാൻ ആഗ്രഹിച്ചത്, കൊളോണിൽ വരാനാണ്. ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി. പുറത്തെ തണുപ്പില്ല, അകത്ത് ഇളം ചൂട്. കൂറ്റൻ മാർബിൾ തൂണുകൾ താങ്ങുന്ന മച്ച് ആകാശത്തോളം ഉയരത്തിലാണ്. സ്റ്റെയിൻഡ് ഗ്ലാസ് ജാലകങ്ങളുടെ നിര പല തട്ടുകളിലായി കാണാം. അതിലൂടെ കടന്നു വരുന്ന വിവിധ നിറത്തിലുള്ള വെട്ടം. പുറത്തിപ്പോൾ സൂര്യവെട്ടമില്ലാത്തതിനാലാവും സ്ഫടികജാലകങ്ങൾക്ക് പൊലിമ അല്പം കുറവാണ്. അറ്റം കാണാനാവാതെ നീളത്തിൽ കിടക്കുന്ന അകത്തളം. അതിലൂടെ അമർത്തി സംസാരിച്ചു കൊണ്ട് നടക്കുന്ന സഞ്ചാരികൾ. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ കത്തീഡ്രൽ കാണാനായി എത്തിയ ആളുകൾ. ക്രിസ്തുമതത്തിലെ വിശുദ്ധ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉണ്ണീശോയെ കാണാൻ കിഴക്ക് നിന്നെത്തുന്ന 3 ജ്ഞാനികൾ. കിഴക്കു നിന്നെത്തുന്ന രാജാക്കന്മാർ എന്നും പറയാറുണ്ട്. ആ സംഭവത്തിൻ്റെ ഏറ്റവും മൂർത്തമായ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കൊളോൺ കത്തീഡ്രൽ. ആ 3 പേരുടെ തിരുശേഷിപ്പ് ഉൾക്കൊള്ളുന്ന പേടകം ഈ പള്ളിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പള്ളിയുടെ അൾത്താരയുടെ അകത്ത് വളരെ ഉയരത്തിലായാണ് ഈ പേടകം സൂക്ഷിച്ചിരിക്കുന്നത്. സ്വർണം കൊണ്ടും മറ്റും അലങ്കരിച്ച ഒരു പേടകമാണിത്. ഈ 3 ജ്ഞാനികളുടെ തലയോട്ടിയും എല്ലുമാണ് ഇതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 4-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുമായി ജീവിച്ചിരുന്ന കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയാണ് ക്രിസ്തുമതത്തിൻ്റെ വികാസത്തിന് കാരണമായത് എന്നാണല്ലോ ചരിത്രം. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് ഈ തിരുശേഷിപ്പുകൾ കണ്ടെത്തുന്നതും പിന്നീട് പല വഴികളിലൂടെ പല നൂറ്റാണ്ടുകളിലൂടെ അവസാനം കൊളോണിലെ ഈ കത്തീഡ്രലിൽ എത്തുന്നതും. ക്രിസ്തുവിൻ്റെ കാലത്ത് നിന്നുള്ളതാണ് ഈ ശേഷിപ്പുകൾ എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രസ്തുത ജ്ഞാനികളുടേതാണോ എന്നത് ഒരു വിശ്വാസത്തിൻ്റെ കാര്യമാണല്ലോ. അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. 13-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. വളരെ നീണ്ടുപോയി നിർമ്മാണ കാലയളവ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് പള്ളി മുഴുവനായും നിർമ്മിച്ചു കഴിയുന്നത്. ഏതാണ്ട് 6.5 ശതാബ്ദമെടുത്തു ഈ പള്ളി കെട്ടിയുയർത്താൻ. പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോൾ സിനിയുടെ സഹോദരൻ്റെ മകൾ ഞങ്ങളെ കാണാനെത്തിയിരുന്നു. കുറച്ച് നാളുകളായി അവർ ജർമ്മനിയിലാണ് താമസിക്കുന്നത്. കുറച്ച് അകലെയുള്ള ഒരു പട്ടണത്തിലാണ് താമസം. ഞങ്ങൾ ഇവിടെ എത്തുന്നു എന്നറിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ഈ പ്രദേശത്തെ പല ഭാഗങ്ങളിലും നന്നായി മഴ പെയ്യുന്നുണ്ട്. അതിനാൽ കാറിൽ ഇവിടേക്കെത്താൻ കുറച്ച് ബുദ്ധിമുട്ടി എന്ന് മനസ്സിലായി. ഞങ്ങൾ ഒന്നിച്ച് റൈൻ നദിയുടെ കരയിലേക്ക് നടന്നു. പള്ളിയുടെ പിറകിലായാണ് നദി ഒഴുകുന്നത്. ഞങ്ങൾ നടന്നെത്തിയത് റൈൻ നദിക്ക് കുറുകെയുള്ള ഒരു തീവണ്ടി പാലത്തിലേക്കാണ്. ഹോഹൻഷോളൻ എന്നാണ് ഈ പാലം അറിയപ്പെടുന്നത്. തീവണ്ടിപ്പാലമാണെങ്കിലും വിശാലമായ ഒരു നടപ്പാതയും പാലത്തിലുണ്ട്. ഇത് ഒരു സവിശേഷമായ പാലമാണ് എന്ന് പറയാതെ വയ്യ. 1/2 കിലോമീറ്ററിലധികം വരുന്ന പാലത്തിൻ്റെ ഒരു കൈവരി അപ്പാടെ ലവ് ലോക്കുകളാൽ നിറഞ്ഞിരിക്കുന്നു. ലവ് ലോക്ക് എന്നത് യൂറോപ്പിൻ്റെ പല ഭാഗത്തും കണ്ടിട്ടുള്ള ഒരു ആചാരമാണ്. കമിതാക്കൾ ഒരു പൂട്ട് വാങ്ങി പാലത്തിൻ്റെ കൈവരിയിൽ കൊണ്ടുവന്ന് താഴിട്ട് താക്കോൽ നദിയിലേക്ക് വലിച്ചെറിയുന്നു. പ്രേമം ദൃഢമാവും എന്ന നിലയ്ക്കുള്ള ഒരു വിശ്വാസമാണ് ഈ ആചാരത്തിൻ്റെ പിന്നിൽ. വിശ്വാസവും ആചാരവും കൂട്ടുപിണഞ്ഞു കിടക്കുന്ന സംഗതിയാണല്ലോ. യൂറോപ്പിലെ പല പാലത്തിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ആ ലെവലിൽ ഉള്ളതല്ല. പാലത്തിൻ്റെ ഒരു കൈവരിയിൽ 1/2 ഇഞ്ച് സ്ഥലം ബാക്കിയില്ലാതെ ആയിരക്കണക്കിന് 10,000-കണക്കിന് പൂട്ടുകൾ.
ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ലവ് ലോക്കുകൾ ഉള്ള പാലം ഇതാണത്രേ. എന്തായാലും വല്ലാത്തൊരു കാഴ്ച തന്നെ. ഞങ്ങൾ പാലത്തിലൂടെ നടന്ന് മറുകരയിലെത്തി. അവിടെ കൊളോൺ ട്രയാങ്കിൾ എന്ന പേരിൽ വളരെ ഉയരമുള്ള ഒരു കെട്ടിടമുണ്ട്. അതിനു മുകളിൽ കൊളോൺ പട്ടണത്തിൻ്റെ വിശാലമായ ആകാശ കാഴ്ച കിട്ടുന്ന ഒരു ഒബ്സർവേഷൻ ഡെക്കും. സിനിയുടെ സഹോദരപുത്രിയായ നീതുവാണ് ഞങ്ങളെ ഇവിടേക്കൊക്കെ കൊണ്ടുവരുന്നത്. ഇടയ്ക്കിടയ്ക്ക് മഴ ചാറുന്നുണ്ട് എന്നതിനാൽ ഒബ്സർവേഷൻ ഡെക്കിൻ്റെ ഗ്ലാസ്സിന് ചെറിയ മങ്ങലുണ്ട്. അത് കാഴ്ചയുടെ പൊലിമ കുറയ്ക്കുന്നുണ്ട്. എങ്കിലും റൈൻ നദിയും അതിന് കുറുകെയുള്ള പാലവും മറുകരയിലുള്ള കത്തീഡ്രലിൻ്റെ ഗോപുരവും ഒക്കെയായി മനോഹരമായ കാഴ്ച. മേഘാവൃതമായ ആകാശം ഭൂമിയിൽ കാളിമ പടർത്തുന്നുണ്ടെങ്കിലും അതിനും മറ്റൊരു ചാരുത. നീതുവിനോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ചു നേരം പട്ടണത്തിലൂടെയും റൈൻ നദിയുടെ തീരത്തുകൂടിയും ഒക്കെ നടന്നു. അടുത്ത ബന്ധുക്കളെ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് വെച്ച് കണ്ടുമുട്ടുക എന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യമാണ്. കേരളത്തെപ്പോലെ ഇത്രയും പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഒരു ഭാഷാദേശം വേറെയില്ല എന്ന് തോന്നുന്നു. വളരെ അടുത്ത ബന്ധുവൃന്ദത്തിൽ നിന്ന് തന്നെ എത്രയധികം കുട്ടികളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തായി ജീവിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഞങ്ങളുടെ മകളും ഇപ്പോൾ ഒരു വിദേശ രാജ്യത്താണല്ലോ ജീവിക്കുന്നത്. അല്പനേരം കൂടി ഒന്നിച്ച് ചിലവഴിച്ചതിന് ശേഷം നീതു മടങ്ങി. അവർക്ക് അവരുടെ പട്ടണത്തിൽ മടങ്ങിയെത്താൻ ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. അതിനുശേഷം നഗരത്തിലൂടെ കറങ്ങി വരുന്ന ഒരു ടോയ് ട്രെയിനിൽ കയറി ഞങ്ങൾ. പച്ചയും മഞ്ഞയും ചായം പൂശിയ ഈ വാഹനം പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്നത് നേരത്തെ കണ്ടിരുന്നു. ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞ് റൈൻ നദിയിലൂടെ ഒരു ബോട്ട് യാത്ര ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് തുടങ്ങാൻ ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ട്. അതിനാലാണ് ഈ വണ്ടിയിൽ കയറി നഗരം ഒന്നുകൂടി കറങ്ങി വരാം എന്ന് വിചാരിച്ചത്. കൊളോൺ അതിമനോഹരമായതോ സവിശേഷത ഉള്ളതോ ആയ ഒരു പട്ടണമായി അനുഭവപ്പെടുന്നില്ല. കൊളോൺ കത്തീഡ്രലും റൈൻ നദിയും മാത്രമാവും ഈ പട്ടണത്തെ പ്രത്യേകതയുള്ളതാക്കുന്നത്. ഈ വാഹനത്തിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അല്പം ഇരുണ്ട കാലാവസ്ഥയുള്ള ദിവസമായതുകൊണ്ട് തോന്നുന്നതുമാവാം. നഗരത്തിലൂടെയുള്ള കറക്കം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും റൈൻ നദിയുടെ തീരത്തെത്തി. ബോട്ട് പുറപ്പെടുന്ന കടവിലാണ് എത്തിയത്. ഞങ്ങൾക്ക് പോകേണ്ട ബോട്ട് ഇതിനു മുൻപത്തെ ട്രിപ്പ് കഴിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ. ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞ് ബോട്ട് വൃത്തിയാക്കാൻ അല്പസമയവും എടുത്തതിന് ശേഷം ഞങ്ങളെ കയറ്റി. പൊതുവെ ഇവിടുത്തെ ബോട്ടുകളൊക്കെയും വൃത്തിയും വെടിപ്പും ഉള്ളതായിരിക്കും. വിശാലമായ സ്ഥലസൗകര്യവും പുറം കാഴ്ച നന്നായി കാണാൻ സാധിക്കും വിധം വിസ്തൃതമായ ജനാലകളും ഒക്കെയുള്ള ബോട്ടാണ്. ഓരോ ഗ്ലാസ് പാനീയവുമായി സിനിയും ഞാനും ഒരു ജനാലയ്ക്ക് അടുത്തായി ഇരുന്നു. കത്തീഡ്രൽ പോലെ തന്നെ കൊളോണിലേക്ക് എന്നെ ആകർഷിച്ച മറ്റൊരു കാരണം റൈൻ നദിയാണ്. റൈൻ നദിയുടെ കരയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് കൊളോൺ. കുറേ വർഷങ്ങൾക്ക് മുൻപ് സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഞങ്ങൾ റൈൻ നദി കണ്ടിരുന്നു. വടക്കൻ സ്വിറ്റ്സർലൻഡിലെ റൈൻ വെള്ളച്ചാട്ടം. അവിടെ നിന്നും വടക്കോട്ടൊഴുകി 500 കിലോമീറ്ററിനിപ്പുറം റൈൻ കൊളോണിലെത്തുന്നു. റൈൻ വെള്ളച്ചാട്ടത്തിൽ നിന്നും 10 കൊല്ലത്തിലധികം എടുത്തു ഈ 500 കിലോമീറ്റർ താണ്ടി ഞങ്ങൾക്ക് വീണ്ടും റൈൻ നദിയുടെ കരയിലെത്താൻ.
ഈ യൂട്യൂബ് ചാനലും സിനിയുടെയും എൻ്റെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടും പിന്തുടരുന്നവർക്ക് തോന്നിയേക്കും ഞങ്ങൾ നിരന്തരമായി യാത്ര ചെയ്യുന്നവരാണെന്ന്. എന്നാൽ അതങ്ങനെയല്ല. ഏതൊരു ശരാശരി ഗൾഫ് മലയാളിയെയും പോലെ വിരസമായ ദിനവൃത്താന്തമുള്ളവരാണ് ഞങ്ങളും. രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നു, വൈകുന്നേരം മടങ്ങി വരുന്നു, കുറച്ച് സമയം മലയാളം ചാനലുകൾ കാണുന്നു, കിടന്നുറങ്ങുന്നു. ആഴ്ചാന്ത്യങ്ങളിൽ തുണി അലക്കലും വീട് വൃത്തിയാക്കലും ഒക്കെയായി കടന്നു പോകുന്നു. ലുലു പോലുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ പലവ്യഞ്ജനം വാങ്ങാൻ പോകുന്നതോ വല്ലപ്പോഴും ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകുന്നതോ ഒക്കെയാണ് ആർഭാടം. യാത്ര ചെയ്യുന്നത് വർഷത്തിൽ വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ്. ഇപ്പോൾ ഈ ബോട്ടിലിരിക്കുമ്പോൾ പക്ഷേ ഞാൻ ആ യാത്രകളെക്കുറിച്ച് ആലോചിക്കുകയാണ്. എന്തിനെയാണ് മനുഷ്യർ ആത്മാവ് എന്ന് പറയുന്നത്? അത് ഓർമ്മകളാണ്. ഓർമ്മകൾ നിർമ്മിച്ചെടുത്ത നമ്മുടെ ആന്തരിക സത്തയെയാണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത്. ഏറ്റവും സജീവമായ ഓർമ്മകളുള്ളവരാണ് അത്രയും ആഴമുള്ള ആത്മാവിൻ്റെ ഉടമകൾ. ഞങ്ങളുടെ ഏറ്റവും സജീവമായ ഓർമ്മകൾ കണ്ടുമുട്ടിയ കാലം മുതൽ ഞങ്ങൾ നടത്തിയ യാത്രകളാണ്. വർഷത്തിൽ കുറച്ച് ദിവസം മാത്രമേ യാത്രയ്ക്കായി മാറ്റിവയ്ക്കുന്നുള്ളൂവെങ്കിലും ഞങ്ങളുടെ ഏറ്റവും സജീവമായ ഓർമ്മകൾ യാത്രയെ പ്രതിയാണ്. അതിനാൽ തന്നെ ഞങ്ങളുടെ ആത്മസത്തയുടെ ഏറ്റവും ചലനാത്മകമായ ഭാഗവും. ബോട്ട് യാത്ര കഴിഞ്ഞ് ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായതിനു ശേഷം ഞങ്ങൾ ഒന്നുകൂടി പള്ളിയുടെ ഭാഗത്തേക്ക് നടന്നു. ഇവിടെ വന്നതു തന്നെ കൊളോൺ കത്തീഡ്രൽ കാണാനാണല്ലോ. അപ്പോൾ അത് രാത്രിയിൽ കൂടി ഒന്ന് കാണേണ്ടതുണ്ടല്ലോ. ഏഗൽസ്റ്റൈൻ ടോബർഗ് കോട്ടവാതിലിൽ നിന്നും കത്തീഡ്രലിലേക്ക് നീണ്ടുകിടക്കുന്ന പാതയ്ക്ക് ഈ മൂവന്തി നേരത്ത് മറ്റൊരു ഭാവം. വളരെ സജീവമാണ് തെരുവ്. തീൻശാലകളും ചെറിയ സൂപ്പർ മാർക്കറ്റുകളും തുണിക്കടകളും പബ്ബുകളും നിരന്ന് കാണുന്നു. തെരുവുവിളക്കുകൾ കത്തുന്നു. കടയിൽ നിന്നുള്ള വെട്ടവും റോഡിനെ പ്രഭയുള്ളതാക്കുന്നു. റെസ്റ്റോറൻറ്റുകളിൽ നിന്നും നിരത്തോരത്തേക്ക് ഇറക്കിയിട്ട ടേബിളുകൾ. അവിടെ ബിയറും ഭക്ഷണവുമായി സൊറ പറഞ്ഞിരിക്കുന്ന ആളുകൾ. രാത്രിയിൽ ഇളം വെട്ടം ചാലിച്ചു നിൽക്കുന്ന പള്ളിയുടെ മുറ്റത്ത് ഞങ്ങളെത്തി. അവിടെ ഒരു പടവിലിരുന്നു. പകൽ നേരത്ത് കണ്ട ഒരു പരിസരമല്ല ഇപ്പോൾ ഉള്ളത്. ആ സമയത്ത് കണ്ട ആളുകളുടെ കൂട്ടവുമല്ല ഇപ്പോൾ ഉള്ളത്. ഒരുതരം നിഗൂഢത പോലും പടർന്നിരിക്കുന്നു എന്ന് തോന്നിക്കുന്ന പരിസരവും അനുഭവവും. ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ കോട്ടവാതിലിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും അത്താഴം കഴിച്ചു. അതിനുശേഷം ഹോട്ടലിലേക്ക് ഉറങ്ങാനായി പോയി.